ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ മുതോളത്ത് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ആദ്യമോനാണ് സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അവന് ഭയങ്കര വിഷമത്തിൽ ഇരിക്കുക. ഞങ്ങളിവിടെ വരാൻ പറ്റാത്തതുകൊണ്ട്. നമ്മൾ ദീപാവലിക്ക് വരുമ്പോൾ ഇവിടെ നാട്ടിൽ ഒരു ദിവസത്തെ ലീവല്ലേ ഉള്ളൂ, പിള്ളേർക്ക് ഹോളിഡേയ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവന് ഭയങ്കര വിഷമത്തിലാണ് ഞങ്ങൾ പോകുന്നത് കൊണ്ട്. അതിൻ്റെ ഒരു വിഷമമുണ്ടല്ലേ മോനെ? അവന് ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. സ്കൂളിലോട്ട് പോകും, ഞങ്ങൾ മുതോളത്തോട്ട് പോകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നല്ലിലയിൽ നിന്നും മുതുകുളം വീട്ടിലേക്ക് 62 കിലോമീറ്ററാണുള്ളത്. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ വീട്ടിലെത്തും. അവിടെ എല്ലാവരും ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങളും വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് എല്ലാവരെയും കാണാനായിട്ട്. ഇവിടുത്തെ റോഡ് പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 മണിക്കൂറൊന്നും എടുക്കത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്താൻ പറ്റും. ഇനി പോകുന്ന വഴിക്ക് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ കയറണം. ഞങ്ങൾ എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ വരാറുള്ളതാണ്. ഇത് ചേട്ടൻ്റെ കുടുംബക്ഷേത്രമാണ്. മാസത്തിലൊരിക്കൽ മാത്രമേ അമ്പലത്തിൽ പൂജകളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. എല്ലാ വർഷവും ഞങ്ങൾ ഈ അമ്പലത്തിൽ വരും. ഇവിടെ വന്ന് വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ കുടുംബക്ഷേത്രത്തിലൊക്കെ കയറി വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഈ അമ്പലത്തിൽ വന്ന് വിളക്ക് കത്തിക്കാറുണ്ട്. ഇനി നേരെ വീട്ടിലോട്ട് പോകും. അവിടെ നാത്തൂനും അളിയനും ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുടുംബ വീട്ടിലോട്ട് തന്നെയാണ് ഇന്നെല്ലാവരും വരുന്നത്. അപ്പോൾ ചേട്ടത്തിയും മോളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഒത്തുകൂടുന്ന ദിവസമാണ്. ചേട്ടന്മാർ രണ്ടുപേരില്ല, അബ്രോഡാണ്. പിന്നെ ബാക്കി ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. വീട്ടിലെത്താറായില്ല ചേട്ടാ, ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇവിടെ നിന്നൊരു 10-15 മിനിറ്റത്തെ ഇതോടെ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഇത് മുതുകുളം ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടെയാണ് ചേട്ടൻ പഠിച്ചത്. വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണിത്. അവിടെ നിന്ന് ഇത്രയും ദൂരം നടന്നു വന്നാണ് പഠിച്ചിട്ടുള്ളതെന്ന് ഏട്ടൻ പറയുമായിരുന്നു. ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വണ്ടി റോഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ അമ്പലമുണ്ട്. ഞങ്ങൾ വല്യച്ഛൻ്റെ അമ്പലം എന്നാണ് ഈ അമ്പലത്തിന് പറയുന്നത്. അപ്പോൾ ഈ വഴികളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണും. ഞാൻ കഴിഞ്ഞ നാട്ടിൽ വന്നപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ചേച്ചിയും മോളും ഒക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. നമ്മളെ സ്വീകരിക്കാനായിട്ട് അവർ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇത് ഞങ്ങളുടെ അച്ചുക്കുട്ടിയാണ്, ഇഷയുടെ കസിൻ സിസ്റ്ററാണ്. ഇവളെ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ എടുത്ത വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇതെൻ്റെ ഇളയ ചേട്ടത്തിയാണ്. ഇനിയൊരു ചേട്ടത്തിയുണ്ട്. ചേട്ടത്തിയും മോളും കൂടി ഇപ്പോൾ വരും. അമ്മ ഞങ്ങൾ വരുന്നതൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടേ വരുത്തുള്ളെന്നായിരുന്നു അമ്മയുടെ വിചാരം. ഇപ്പോൾ വന്നപ്പോഴാണ് ഞങ്ങൾ ഇത് നിൽക്കുന്നത് കണ്ടത്. അമ്മ വളരെ സർപ്രൈസായിട്ട് നിൽക്കുകയാണ്. അവിടെ ചേട്ടനാണെങ്കിൽ മൂത്ത ചേട്ടനായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ വീഡിയോ കോളിലൊക്കെയാണ് കാണുന്നത്. ഈ 2 ചേട്ടന്മാരെയും കണ്ടിട്ട് കുറേ വർഷമായി. വല്ലപ്പോഴൊക്കെ വീഡിയോ കോളിലുള്ള സംസാരമേ ഉള്ളൂ. അപ്പോൾ ഇനി അമ്മയ്ക്ക് ഒരുപാട് കഥകളൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ചേട്ടൻ എന്നുമായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ചോദിക്കുമായിരുന്നു അടുത്ത വർഷം നാട്ടിൽ വരുമ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന്. കാരണം ഇവർ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ കാണില്ല. അങ്ങനെ കുറേ വർഷമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അതൊക്കെ അമ്മ പറയുവാണ്. കാലുവേദനയുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ്ട് ഈ വരുന്നതാണ് എൻ്റെ മൂത്ത ചേട്ടത്തിയും മോളും. അവർ നമ്മളെ കാണാനായിട്ട് ഇത്തവണ ഇങ്ങോട്ട് വരികയാണ്. എല്ലാ വർഷവും നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോയാണ് കാണുന്നത്. ഇത്തവണ എല്ലാവരും നമ്മൾ കുടുംബത്ത് കൂടാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഒരു രസമല്ലേ. ഞങ്ങൾ വരുന്നത് കൊണ്ട് ഇന്ന് ആരും സ്കൂളിൽ പോയിട്ടില്ല. ഇവളുമാർ 2 പേരും ഇന്ന് സ്കൂളിൽ പോകാതെ കള്ളമടിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് പനിയെന്നും ഒരാൾക്ക് തലവേദന എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോകാതെ നിൽക്കുകയാണ്. മോളൂട്ടിയെ ഞങ്ങൾക്ക് കഴിഞ്ഞാണോ വന്നപ്പോൾ കാണാൻ പറ്റിയില്ലായിരുന്നു. അവൾക്കൊരു ടൂർ ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോയതിന് ശേഷമാണ് അവൾ ടൂർ കഴിഞ്ഞ് വന്നത്. ഇനി ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് ഫോട്ടോ എടുപ്പ്. പല ആംഗിളിൽ നിന്ന് പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഫോട്ടോ എടുക്കും. അത് എല്ലാ വർഷവും ഉള്ളതാണ്. ഞങ്ങൾക്കൊരു ഓർമ്മകളെന്ന് പറയാൻ ഈ ഫോട്ടോകൾ മാത്രമേ ഉള്ളൂ. ഓരോ വർഷത്തേക്കുള്ള ഓർമ്മകളാണിത്. ഇടയ്ക്കൊക്കെ എടുത്തു വെച്ച് നോക്കും. എല്ലാവരെയും മിസ് ചെയ്യുമ്പോഴെല്ലാം ഈ ഫോട്ടോകളിലൂടെയാണ് ഞങ്ങൾ ആ മിസ്സിങ് മാറ്റുന്നത്. പിന്നെ ഇപ്പം വീഡിയോ കോളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റും. അങ്ങനൊരു ഓപ്ഷനുണ്ട്. എന്നാലും എപ്പോഴും ഒന്നും എല്ലാവരും അവൈലബിൾ ആയിരിക്കത്തില്ലല്ലോ. അത് കാരണം ഫോട്ടോകളാണ് ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ വർഷവും നാട്ടിൽ വരുമ്പോൾ ചേച്ചി ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്താ വേണ്ടിയത്, ഞാൻ എന്താ റെഡിയാക്കി വെക്കേണ്ടത്, മീൻ ഏത് വേണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത്തവണ ചേച്ചി ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ഞാൻ ഡയറ്റൊന്നും നോക്കിയില്ല, നല്ലതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു.
നാട്ടിൽ വരുമ്പോൾ പിന്നെ ഡയറ്റൊന്നും നോക്കാറില്ല, ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം കഴിക്കും. ഇനി തിരിച്ചു പോയിട്ട് വേണം ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് പഴയതുപോലെ ആകാനായിട്ട്. നാത്തൂനും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇവർ രാവിലെ റെഡിയായി നിൽക്കുകയായിരുന്നു. മഴ കാരണം വരാൻ പറ്റാതെ ലേറ്റായതാണ്. ഇത്തവണത്തെ വരവിൽ മൂത്ത ചേട്ടൻ്റെ മോനും 2 ചേട്ടന്മാരും നമുക്ക് കാണാൻ പറ്റിയില്ല. എല്ലാ വർഷവും ആരെങ്കിലുമൊക്കെ ഇതുപോലെ മിസ്സാകും. ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണിപ്പോൾ അളിയനെ കാണുന്നത്. അളിയൻ ഹൈദരാബാദാണ് ജോലി. അളിയൻ എല്ലാ വർഷവും ലീവിന് വരുമ്പോൾ ഞങ്ങൾ നാട്ടിൽ കാണില്ല. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണിപ്പോൾ അളിയനെയും കാണുന്നത്. എല്ലാവരും കൂടെ ഒത്തുകൂടിയൊരു ദിവസമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ 2 ചേട്ടന്മാരെയും മോനൂട്ടനെയൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. ഇത് രണ്ടാമത്തെ ചേട്ടൻ്റെ മോനാണ്. ഇവൻ മാത്രമാണ് ഇന്ന് കോളേജിൽ പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഞങ്ങൾ വരുന്നത് കൊണ്ട് ലീവ് എടുത്ത് ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, കുറേ തമാശകളും. നല്ല രസമാണ് ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഒരു ദിവസവും കൂടെ ഇനി നാട്ടിലുള്ളൂ. മറ്റന്നാൾ നമ്മൾ പൂനെക്ക് തിരിച്ചു പോകും. അതിന് മുന്നേ ആയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ പൂനെക്ക് കൊണ്ടുപോകാനുള്ളത് വാങ്ങാനുണ്ട്. അതൊക്കെ നാളെ വാങ്ങാമെന്നുള്ള രീതിയിലിരിക്കുകയാണ്. ഇനി നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇത്തവണ വരുമെന്ന് ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കഴിഞ്ഞ വെക്കേഷൻ വന്നപ്പോൾ ഇനി അടുത്ത വെക്കേഷനേ വരുത്തോളം എന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു വരക്കം എല്ലാവർക്കും ഒരു സർപ്രൈസ് തന്നെ ആയിരുന്നു. ഈ ഒരു യാത്ര പറച്ചിൽ ഭയങ്കര വിഷമമുള്ള ഒന്നാണ്. നമ്മൾ ചിരിച്ചുകൊണ്ട് യാത്ര പറയുന്നെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ വിഷമവും വിങ്ങലുമാണ്. പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു ദൂരത്തേക്കല്ലല്ലോ നമ്മൾ പോകുന്നത്. ഇനി അടുത്ത വെക്കേഷനാണ് നമ്മൾ വരുന്നത്. ഒന്നുകിൽ ഏപ്രിൽ അവസാനമായിരിക്കാം, അതല്ലെങ്കിൽ മെയ്യിലായിരിക്കും. ഇനി അടുത്ത തവണ വരുമ്പോഴെങ്കിലും ഒരു മാസം എനിക്ക് നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ 3 ദിവസത്തേക്കാണ് നാട്ടിൽ വന്നത്. ഇത്തവണ വന്നപ്പോഴും 3 ദിവസത്തേക്കാണ്. അപ്പോൾ ഈ അടുത്ത തവണയെങ്കിലും ഞാൻ ഒരു മാസമെങ്കിലും നാട്ടിൽ നിൽക്കും എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.